ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരു കഥ പറയാം. കുറച്ച് ലോങ് ആണ്. ഇതൊരു തട്ടിക്കലിൻ്റെയും ഗുണ്ടായിസത്തിൻ്റെയും അതുപോലെ തന്നെ മൂഞ്ചിക്കലിൻ്റെയും കഥയാണ്. കേൾക്കാൻ സമയമുള്ളവരും അതുപോലെ തന്നെ ക്ഷമയുള്ളവരും മാത്രം കേൾക്കുക. ഈ ഒരു കഥ നടക്കുന്നത് അങ്ങ് മാഞ്ചസ്റ്ററിലാണ്. മലയാളികൾ എന്നും മലയാളികൾക്ക് പാരയാകുമെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ. അങ്ങനെയുള്ള ഒരു കഥയാണ് ഈ ഒരു മാഞ്ചസ്റ്റർ പട്ടണത്തിലും നടന്നത്. യു കെയിൽ എല്ലാവരുടെയും പോലെ തന്നെ പല പല സ്വപ്നങ്ങളായിട്ട് വന്നൊരു ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെ ഫൈസൽ. ഫൈസൽ യു കെയിൽ വന്നിട്ട് 5-6 വർഷമായിട്ടുള്ള ഒരാളാണ്. ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബം പോറ്റാനായിട്ട് ഫുഡ് ഡെലിവറി ബിസിനസ്സും അതുപോലെ ടാക്സിയും ഒക്കെ ഓടിച്ച് ജീവിച്ചിരുന്ന ഫൈസലിന് മാഞ്ചസ്റ്ററിലെ ആ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സാധ്യത മനസ്സിലാക്കിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. കൂടെ പാർട്ണറായിട്ട് മാത്യു എന്നുള്ളൊരു ചെറുപ്പക്കാരനെയും കൂട്ടി. അങ്ങനെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റ് പേരാണ് പലാസ മലബാർ. അവിടെ വെച്ച് ഷെഫായി വെച്ചത് 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അലീക്ക എന്നുള്ള ഒരാളെയാണ്. ഈ റെസ്റ്റോറൻറ്റ് എടുക്കുന്ന സമയത്ത് അതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിന് ഫൈസൽ വാങ്ങാൻ നോക്കുമ്പോൾ 1,30,000 പൗണ്ടാണ് വില പറഞ്ഞത്. പിന്നീട് ബാർഗനൊക്കെ ചെയ്ത് 85,000 പൗണ്ടിനാണ് ലീസിന് ഫൈസൽ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്വന്തമാക്കുന്നത്. ഈ 85,000 പൗണ്ട് അതിൻ്റെ പകുതി പൈസ കൊടുക്കുകയും ബാക്കി ഒരവധിക്ക് വെച്ചിട്ടാണ് ഫൈസലും അതുപോലെ തന്നെ പാർട്ണറായിട്ടുള്ള മാത്യുവും കൂടെ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ്സൊക്കെ നന്നായിട്ട് തന്നെ നടന്നു പോന്നു. ഒരു 6-7 മാസം കൊണ്ട് നല്ല രീതിയിലൊക്കെ ഒരു നല്ല പേരൊക്കെ ഉണ്ടാക്കിയെടുത്തായിരുന്നു. പക്ഷേ ബാക്കി പൈസ കൊടുക്കാനുള്ള ഒരു സമയം കഴിഞ്ഞപ്പോൾ ലീസിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആ ഒരു സോളിസിറ്റേഴ്സ് വഴിയാണ് ഡീൽ ചെയ്തിരുന്നത്. അവർ ഫൈസലിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഫൈസൽ ബാങ്കിൽ നിന്ന് ഒരു 30,000 പൗണ്ട് ലോൺ എടുത്തു. എന്നിട്ട് പാർട്ണറായിട്ടുള്ള നമ്മുടെ മാത്യുവിനോട് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മാത്യുവിന് വീട് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉള്ളത് കാരണം ഉദ്ദേശിച്ച പൈസ സെറ്റപ്പ് ആക്കാൻ പറ്റിയില്ല. ഫൈസൽ എടുത്ത ആ ഒരു ബാങ്ക് ലോൺ പലിശ 3-4 മാസം വെറുതെ അടച്ചുകൊണ്ടും അതിൽ വേറെ വഴിയിലേക്ക് ഇല്ലാത്തതുകൊണ്ടും ഫൈസൽ ആ ഒരു 30,000 പൗണ്ട് ബാങ്കിലേക്ക് തന്നെ തിരിച്ചടച്ചു. പക്ഷേ ലീസിൻ്റെ പൈസ കൊടുക്കാനായിട്ട് സോളിസിറ്റേഴ്സ് പിന്നെയും നിരന്തരം ശല്യം ചെയ്ത മൂലം ഫൈസൽ വീണ്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ ബാങ്ക് ലോൺ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. കാരണം ഫൈസലിന് മുമ്പത്തെ പോലെ തന്നെ ആ ഒരു ഫുഡ് ഡെലിവറിയും അല്ലെങ്കിൽ ടാക്സി ഒന്നും ഓടിച്ച് ഒരു റെഗുലർ ഇൻകം അക്കൗണ്ടിലേക്ക് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് റിജക്ട് ചെയ്തു. ഇവിടെ മുതലാണ് നമ്മുടെ കഥാനായകൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത്. ലീസ് അടയ്ക്കാൻ കാശില്ലാത്ത സാഹചര്യം എപ്പോഴും നല്ല രീതിയിൽ നടന്നു പോകുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിന് അവർ പാർട്ട്നേഴ്സിനെ നോക്കാൻ തുടങ്ങി. 85,000 പൗണ്ടിന് ലീസിന് വാങ്ങിയ ഒരു റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ 6-7 മാസം ബിസിനസ് നടന്നുകൊണ്ട് തന്നെ അവർ റെസ്റ്റോറൻറ്റിന് 1,00,000 പൗണ്ട് വില കിട്ടും. മൊത്തം 5 ഷെയർ ആക്കാനാണ് അവർ പ്ലാൻ ചെയ്തത്. അതായത് ഒരാൾ 20,000 പൗണ്ട് വെച്ച്. ഈ സമയത്ത് 40% ഷെയർ തരാമെന്ന് പറഞ്ഞ് ബോംബെയിൽ താമസിക്കുന്ന ഒരു മലയാളി ആയിട്ടുള്ള ഒരാൾ മുന്നോട്ട് വന്നു. പക്ഷേ പുള്ളിയുടെ കോട്ടയത്തെ ആ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടേ പക്ഷേ പുള്ളിക്ക് പൈസ തരാൻ പറ്റുള്ളൂ. അതിന് സമയം എടുക്കുന്ന കാരണം ഫൈസലിൻ്റെ പാർട്ണറായിട്ടുള്ള മാത്യുവിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ കുബുദ്ധിക്കാരനും സൂത്രശാലിയും ആയിട്ടുള്ള നമ്മുടെ മിസ്റ്റർ എസ് ഷെയർ വാങ്ങാമെന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തു. ഈ മിസ്റ്റർ എസ് നമ്മുടെ തള്ളുകാരൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഷെയർ വിഹിതമായിട്ടുള്ള 20,000 പൗണ്ടൊക്കെ ഇവരുടെ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ തള്ളിക്കൊണ്ടാണ് രംഗപ്രവേശം ചെയ്തത്. പക്ഷേ ആകെ 5,000 പൗണ്ടേ കൊടുത്തുള്ളൂ. പിന്നീട് ഒരു 2-3 മാസം ഇട്ട് വലിപ്പിച്ച് അവസാനം ബാക്കി പൈസയും കൂടെ കൊടുത്തു. പിന്നെ പുള്ളിയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു സിബി എന്നൊരാളെയും 20,000 പൗണ്ട് ഷെയർ ഇടിച്ച് ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ചേർത്തു. എന്തായാലും മിസ്റ്റർ ആ ഒരു എസ് എന്ന വിസ കച്ചവടക്കാരൻ വന്നതോടുകൂടി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാൻ തുടങ്ങി. ഫൈസൽ അതുവരെ നിലനിർത്തി വന്ന ആ ഒരു സൽപ്പേരൊക്കെ പയ്യെ അവിടെ നിന്ന് മാഞ്ഞു പോകാൻ തുടങ്ങി. 5 പൗണ്ട് 99 മനസ്സിലേക്കാണ് ഫൈസൽ ആൾക്കാർക്ക് ബിരിയാണി കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മുടെ ആ ഒരു പേര് കേട്ട വിസ കച്ചവടക്കാരൻ വന്നതോടുകൂടി എല്ലാം അടിമുടി മാറ്റിമറിച്ചു. പുള്ളിക്ക് മലയാളി കസ്റ്റമേഴ്സിനെക്കാളും താല്പര്യം ഇംഗ്ലീഷ് കസ്റ്റമേഴ്സിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണിക്ക് 13-14 പൗണ്ടൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരു രീതിയിലേക്ക് പുള്ളി മാറ്റി. അതുപോലെ തന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു അലീക്കയെ മാറ്റിയിട്ട് പുതിയ മിസ്റ്റർ എ എന്നുള്ള ഒരാളെ, നാട്ടിലെ ആ ഒരു സൈഡ് കടയിൽ തട്ടുകടയൊക്കെ നടത്തി ഷെഫായിട്ടുള്ള ഒരാളാണ് പുള്ളി. ഇവിടെ PSW വിസയിൽ നിൽക്കുന്ന ആളാണ്. പാർട്ട് ടൈമായിട്ട് പാത്രം കഴിയ പരിചയവും കണ്ടുപഠിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരാളെ അവിടെ റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് വെച്ചു. വിസ കച്ചവടക്കാരനും അവൻ്റെ ശിങ്കടി ആയിട്ടുള്ള ഈ ഒരു വഴിയോര കച്ചവടക്കാരനും കൂടെ ചേർന്നപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യത്തിൽ ബാക്കിയും കൂടെ തീരുമാനമാക്കി. വിസ കച്ചവടക്കാരനായിട്ടുള്ള ആ ഒരു മിസ്റ്റർ എസിനാണെങ്കിൽ 150 പേർക്ക് വിസ കൊടുത്ത് നാട്ടിൽ നിന്നും കുറേ പേരെ കൊണ്ടുവന്ന് അവരുടെ പൈസ മൂഞ്ചോണ്ടാണെന്ന് അറിയത്തില്ല, റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന ആ ഒരു മലയാളികളായിട്ടുള്ള കസ്റ്റമേഴ്സിനോട് പുള്ളിക്ക് പുല്ല് വിലയാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ സാരി വിസയിൽ വന്നവരാണ്, അവർക്കൊക്കെ ആ ഒരു വില കൊടുത്താൽ മതി, വേണം വന്ന് നക്കിയിട്ട് പോയാൽ മതി എന്നുള്ള ഒരു സ്റ്റാൻഡിലായിരുന്നു നമ്മുടെ ഈ ഒരു വിസ കച്ചവടക്കാരനായിട്ടുള്ള മിസ്റ്റർ എസ്. ഈ വക കലാപരിപാടികൾ പോരാഞ്ഞിട്ട് നമ്മുടെ ആ ഒരു വിസ കച്ചവടക്കാരൻ ഇതിനിടയ്ക്ക് നമ്മുടെ മിസ്റ്റർ എ ആയ തട്ടുകട നടത്തി മെഡലുകൾ വാങ്ങിയ ആ ഒരു PSW നിൽക്കുന്ന നമ്മുടെ മാസ്റ്റർ ഷെഫിന് ഈ ഒരു റെസ്റ്റോറൻറ്റ് മറയാക്കി വിസ കൊടുക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായിട്ട് നടന്നു വന്നു. അതിനായിട്ട് നമ്മുടെ വിസ കച്ചവടക്കാരൻ സാൽഫോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വേറൊരു വിസ കൺസൾട്ടൻസി വഴി മുമ്പ് കുറേ വിസ കച്ചവടം നടത്തിയ വകയിൽ കിട്ടാനുള്ള ഒരു 25,000 പൗണ്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള ഒരു പൊസിഷനിൽ വിസ കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ തട്ടുകട ഷെഫിന് വാക്ക് കൊടുത്തു. അതിനായിട്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് മാസം ഈ പലാസ മലബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നും പൈസ ഇടിച്ചിട്ട് അത് വിസ കൺസൾട്ടിൽ നിന്നും കിട്ടുന്നതാണെന്ന് വരുത്തി തീർത്ത് എല്ലാ മാസവും ടാക്സും മറ്റ് കാര്യങ്ങളും ഒക്കെ അടച്ച് കട്ട് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി പൈസ നമ്മുടെ തട്ടുകട ഷെഫിൻ്റെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം എന്നായിരുന്നു നമ്മുടെ വിസ തട്ടിപ്പ് ഏമാൻ്റെ ഉത്തരവ്. അതുമാത്രമല്ല അവൻ്റെ വിസയ്ക്കായിട്ട് ഒരു 5,000 പൗണ്ടും കൊടുക്കണം എന്നായിരുന്നു ഈ ഒരു തമ്പ്രാൻ്റെ ഉത്തരവ്.
എന്നിട്ട് പിന്നെ കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരങ്ങൾ പോരാഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി റെസ്റ്റോറൻറ്റ് തീയിടുകയും ചെയ്തു. ആ ഒരു വഴിക്ക് ഫൈസലിൻ്റെ കയ്യിൽ നിന്ന് വേറെ ഒരു 7,000 പൗണ്ട് പിന്നെയും പോയി. എന്തായാലും വിസ കച്ചവടക്കാരൻ എന്തോ സംഭവമാണെന്നുള്ള ആ ഒരു പുള്ളിയുടെ വീമ്പ് കേട്ടിട്ടാണോ എന്നറിയത്തില്ല, നമ്മുടെ തട്ടുകടക്കാരൻ പുള്ളിക്ക് കള്ളും അതുപോലെ ചിക്കൻ 65 ഒക്കെ ഇട്ട് തീറ്റിച്ച് സൂപ്പിക്കലായിരുന്നു പരിപാടി. പ്രത്യേകം ഓർക്കണം, അവൻ്റെ കുഞ്ഞമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതൊന്നല്ല ഇത്. വല്ലവൻ്റെയും ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു കലാപരിപാടികളെല്ലാം 5 പൈസ ഇല്ലാതെ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് 2-3 കേസും ബിയറും സിഗരറ്റും എല്ലാം വലിച്ച് കൂത്താടി വെളുപ്പിന് 4-5 മണി വരെയൊക്കെ ഇരുന്നിട്ട് പിന്നെ കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കുളിയോ നനയോ ഉറക്കമോ ഒന്നും ഇല്ലാതെ രാവിലെ വന്ന് കറിക്ക് ഉപ്പോ അല്ലെങ്കിൽ മുളകോ ഒന്നും ഇല്ലാതെയാണ് ഫുഡ് ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിവ്യൂ അവർക്ക് കിട്ടിയായിരുന്നു. പിന്നെ വന്ന് ആ ഒരു റെസ്റ്റോറൻറ്റ് ഫുള്ള് കാര്യങ്ങൾ ഇവരാണ് തീരുമാനിക്കാൻ തുടങ്ങിയത്. പിന്നെ റെസ്റ്റോറൻറ്റ് കൈക്കലാക്കാനുള്ള ഒരു ശ്രമവും തുടങ്ങി. എന്നിട്ട് നമ്മുടെ വിസ കച്ചവടക്കാരൻ വല്ലവനെയൊക്കെ പറ്റിച്ച് നിന്ന് പോരാ, എന്നിട്ട് പുതിയൊരു ഐഡിയ ആയിട്ട് വന്നു. അതായത് വിസ കച്ചവടക്കാരനായിട്ടുള്ള മിസ്റ്റർ എസ് നമ്മുടെ തട്ടുകട ഒരു ഷെഫായിട്ടുള്ള മിസ്റ്റർ എയും കൂടെ ചേർന്നിട്ട് റെസ്റ്റോറൻറ്റ് നടത്തിക്കോളാം. ഫൈസലിനെയും അതുപോലെ തന്നെ പാർട്ട്നേഴ്സായിട്ടുള്ള മാത്യുവിനെയും അതിനെ സിബിയൊക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് 250 പൗണ്ട് വെച്ച് മാസം കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ ആയിട്ട് പുള്ളി മുന്നോട്ട് വന്നു. ഫൈസൽ ആ ഒരു ഡീലിന് ഒരു കണ്ടീഷൻ വെച്ചു. അതായത് ഡീൽ ഓക്കെയാണ്, പക്ഷേ ലീസ് അഗ്രിമെൻറ്റ് അവരുടെ പേരിലാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് അത് സമ്മതമായിട്ടുള്ള ഒരു കാര്യമില്ലായിരുന്നു. കാരണം ലീസ് സ്വന്തം പേരിലായി കഴിഞ്ഞാൽ ഈ കടകത്തിക്കലും അല്ലെങ്കിൽ അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, പിന്നെ റിസ്ക് എടുക്കാനും കഴിയത്തില്ല. പിന്നീടുള്ളവർ വളഞ്ഞ വഴി ആലോചിച്ചപ്പോഴാണ് നമ്മുടെ വിസ കച്ചവടക്കാരന് വേറൊരു ഐഡിയ തോന്നിയത്. കുറച്ച് നാറിയ പണിയെടുത്താൽ റെസ്റ്റോറൻറ്റ് ചുളുവിലയിൽ കൈക്കലാക്കാം എന്ന് പുള്ളിക്ക് തോന്നി. അപ്പോഴാണ് നമ്മുടെ മാഞ്ചസ്റ്ററിലെ നാട്ടാമയാണെന്ന് സ്വയം പൊടുത്തത് നമ്മുടെ പടയപ്പയുടെ അല്ലെ തള്ളുകാരൻ്റെ വരവ്. അദ്ദേഹത്തെ നമുക്ക് മിസ്റ്റർ ആർ എന്ന് വിളിക്കാം. അദ്ദേഹത്തെ പേടിക്കണം, കാരണം അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ പൂത്തുലഞ്ഞ് പൂക്കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു മരവുമാണ്. ഒന്ന് ആഞ്ഞു വീശിയ പൂത്തിരി പറപ്പിക്കാൻ വരെ കഴിവുള്ള അദ്ദേഹത്തെ നമുക്ക് പേടിപ്പിക്കണം. അയ്യോ, ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അതുപോട്ടെ, ബാക്കി നമുക്ക് പിന്നെ പഠിക്കാം. കഥ തീർക്കട്ടെ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ആർ എന്ന ഈ ഒരു തള്ളുമരം മറ്റേ വിസ തട്ടിപ്പുകാരൻ കൂടെ ചേർന്നിട്ട് പുതിയൊരു ഐഡിയ കൊണ്ടുവന്നു. അതായത് ഈ റെസ്റ്റോറൻറ്റ് വിൽക്കുന്നതാണ് നല്ലത്, എന്നിട്ട് വിറ്റ് കിട്ടുന്ന പൈസയിൽ കടം തീർത്തിട്ട് ബാക്കി പൈസ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റോറൻറ്റ് വാങ്ങാൻ വന്ന മറ്റൊരു ആളാണ് മിസ്റ്റർ ആർ എന്ന ഈ ഒരു പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വിസ കച്ചവടക്കാരൻ്റെ സുഹൃത്തും കെയർ ഹോമിൽ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് നടത്തുന്നവരൊക്കെ ആളാണ്. ഇതിനിടയിൽ നമ്മുടെ തള്ളുകാരൻ മിസ്റ്റർ ആറ് പുള്ളിയുടെ സുഹൃത്തുക്കളെ ഫൈസൽ ചതിച്ചെന്ന് പറഞ്ഞ് ഫൈസലിനെ ഫോണിൽ വിളിച്ച് പൂരത്തെറി വിളിച്ചു. പക്ഷേ ഇതിലൊരു കാര്യം ഓർക്കണം, ഈ റെസ്റ്റോറൻറ്റ് ഏകദേശം അവർ അതിക്രമിച്ച് കൈയേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ ബാക്കി കാര്യങ്ങളും ക്യാഷും എല്ലാം ഡീൽ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇവരല്ലേ ശരിക്കും ഫൈസലിനെ ചതിച്ചത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു തള്ളുകാരൻ മിസ്റ്റർ ആറ് ഫൈസലിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ പറഞ്ഞാണ് അയാൾക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, നാളെ ഫൈസലിനെ നേരിട്ട് കാണും, മറ്റതാക്കും മറിച്ചതാക്കും, നാട് കടത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. 30,000 പൗണ്ടിന് നമ്മുടെ കട വാങ്ങാൻ കൊണ്ടുവന്ന മിസ്റ്റർ ആറിന് അത് കൊടുത്തിരിക്കണം എന്നൊക്കെയാണ് ആ ഒരു ഭീഷണിയിൽ പറഞ്ഞത്. ഈ തെറി വിളിച്ച് അന്ന് രാത്രിയാണ് നമ്മുടെ തള്ളുകാരൻ ആറിൻ്റെ വീട്ടിൽ അവർ സഭ കൂടുകയും മദ്യലഹരിയിൽ നമ്മുടെ ഒരു വിസ കച്ചവടക്കാരൻ എസ് ഫൈസലിൻ്റെ വീട്ടിൽ ചെല്ലുകയും ഫൈസലിൻ്റെയും വീട്ടുകാരെയൊക്കെ തെറി വിളിക്കുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് രാവിലെ നമ്മുടെ തള്ളുമരവും ഫൈസലിൻ്റെ വീട്ടിൽ എന്ന് ഭീഷണിപ്പെടുത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽ പേടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ വലിയ സംഭവമാണെന്നാണ് അയാൾ പറഞ്ഞു നടക്കുന്നു. അതുപോലെ തന്നെ ഇവനെ എന്നാ പറയുന്നത്, ഈ ഫൈസൽ ഒരു ഫോളോവറുമാണ്. അതുകൊണ്ട് പുള്ളിക്ക് അതൊരു ഷോക്കായി. എന്നിട്ട് ഫൈസലിനോട് കടയിലേക്ക് നാളെ വരും, അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെ കുറേ ആളെയൊക്കെ കൂട്ടി കടയിലേക്ക് ചെന്ന് നമ്മുടെ തള്ളുമരം മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. എന്തായാലും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണേ, ഭയങ്കര കോമഡിയാണ് പുള്ളി മധ്യസ്ഥ നിൽക്കുന്നത്. എന്നിട്ട് ഈ ഒരു 30,000-ൽ 10,000 പൗണ്ട് വിസ കച്ചവടക്കാരനും 10,000 പൗണ്ട് മിസ്റ്റർ എസിനും പിന്നെ ബാക്കിയുള്ള 10,000-ൽ 9,000 പൗണ്ട് ചിലവുണ്ടെന്നും ബാക്കിയുള്ള 1,000 പൗണ്ടിൽ 500 പൗണ്ട് ഫൈസലിനും 500 പൗണ്ട് മാത്യുവിനും കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. പക്ഷെ അവർ ആ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ഇട്ട ഒരു മുതൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴും നാട് കടത്തും, നാട്ടാമ ആക്കും, മറ്റതാണ് എന്നൊക്കെയാണ് ഇവർ ഈ ഒരു പുള്ളീനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഈ മധ്യസ്ഥ നടന്ന അന്ന് രാത്രിയിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ സഭ കൂടുകയും അവർ മാവോയിസ്റ്റുകളെ പോലെ ചെന്ന് കടയിൽ അതിക്രമിച്ച് കയറി അവർ മറ്റതാക്കി മറിച്ചാക്കി എന്നൊക്കെ പറയുന്ന ഒരു CCTVയിൽ അവർ സമ്മതിക്കുന്നുമുണ്ട്. എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് കട അടപ്പിച്ചു. കടയുടെ ബിൽസും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടി ഫൈസൽ വീണ്ടും പഴയ പോലെ തന്നെ ടാക്സിയും ഫുഡ് ഡെലിവറിയും ഒക്കെ എടുത്ത് ഇപ്പോൾ ജീവിക്കുകയാണ്. സമൂഹത്തിൽ ആ ഒരു മാന്യത ചമഞ്ഞ് നടക്കുന്ന ഇവന്മാരെ പോലെയുള്ള തുരപ്പന്മാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അവർക്ക് എത്ര വർഷം ഇവരൊക്കെ ഇപ്പോൾ എത്ര നാളായി UK എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ്റെ ഒന്നും ആ ഒരു, അല്ലെങ്കിൽ എത്ര വയസ്സായെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒന്നും ആ ഒരു മനസ്സിലുള്ള ഒരു ജാതിയുടെ മതത്തിൻ്റെ ഉള്ള ഒരു ആ വെറി വിട്ട് മാറാൻ പോകുന്നില്ല. എന്തായാലും വിസ കച്ചവടക്കാർക്കെതിരെ ഇവന് വലിയ വായ്ത്താളം അടിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വിസ കച്ചവടക്കാർക്ക് അവർക്കെല്ലാം മേടിച്ചു കൊടുത്തു, പാവപ്പെട്ടവരെ കുറേ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർക്കൊന്നും തിരിച്ചു കിട്ടില്ല, അവരൊന്നും ഓർക്കാറില്ല, അവരൊന്നും വിളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് മൂങ്ങുന്ന ഇവനൊരു കാര്യം ഓർക്കണം. ഈ വിസ കച്ചവടക്കാർക്കെതിരെ അവർ പ്രവർത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ പാവങ്ങൾക്ക് പൈസ മേടിച്ച് നീ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടൊക്കെയാണ് നിനക്ക് ഇത്രമാത്രമുള്ള ഒരു ഫോളോവേഴ്സ് ഉണ്ടായതും അതുപോലെ തന്നെ നിന്നെ 4 പേര് അറിയാൻ തുടങ്ങിയതും. അതുമാത്രമല്ല
നിനക്ക് ആ ഒരു ഫേസ്ബുക്കിൽ മറ്റുള്ളവരെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിനക്ക് ആ ഒരു വഴി നിനക്ക് വേറൊരു ഇൻകവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ഒരു ബെനിഫിറ്റും കിട്ടിയില്ല എന്ന് ഇനി മുതൽ വെറുതെ തള്ളരുത് കേട്ടല്ലോ. എന്തായാലും ബാക്കി കഥയും കൂടെ വരാനുണ്ട്. ബാക്കി നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.